Hello dear students, good morning and welcome back to our class Business Regulations. So we have discussed about various essential elements which are required for a valid contract or an agreement. And if an agreement or contract does not have these elements, then the agreement or contract will become void. Okay, so today we are going to discuss about void agreements. ഓക്കെ, നമുക്കറിയാം ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് ചില എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ഇല്ലാത്ത എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളെ നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് നിയമസാധുത ഇല്ലാത്ത അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോയിഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. A void agreement is an agreement which has no legal value. Thus, a void agreement is one which cannot be enforceable by court of law. Okay. ലീഗൽ വാല്യൂ ഇല്ലാത്ത എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ദീസ് ആർ ഇല്ലീഗൽ ഓർ ഇൻവാലിഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം എഗ്രിമെൻറ്റുകൾ നമ്മൾ കോർട്ട് ഓഫ് ലോയിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. വോയിഡ് എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്, because in such case no contract becomes into existence and no legal rights and obligations are created at any point of time of the agreement. ഓക്കെ, നമുക്കറിയാം വോയിഡ് എഗ്രിമെൻറ്റുകൾ എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് വോയിഡാണ്. അതിന് യാതൊരു തരത്തിലുള്ള ലീഗൽ ആസ്പെക്റ്റുകളും ഉണ്ടാവുന്നില്ല. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വോയിഡ് എഗ്രിമെൻറ്റുകളും വോയിഡ് കോൺട്രാക്റ്റുകളും. ഓക്കെ, വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അതായത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ഇൻവാലിഡ് ആണ്. എന്നാൽ വോയിഡ് കോൺട്രാക്റ്റിലേക്ക് വരുന്ന സമയത്തോ അത് അവിടെ ഒരു വോയിഡ് എഗ്രിമെൻ്റ് അല്ല, അത് വോയിഡ് കോൺട്രാക്റ്റാണ്. അത് പറയാൻ കാരണം അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് വാലിഡ് തന്നെയായിരുന്നു, അത് ലീഗലായിരുന്നു. പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഇൻവാലിഡായിട്ട് മാറിയാൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എന്നാൽ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് വിത്ത് മൈനർ. ഓക്കെ, മൈനറുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം, അതായത് ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി ഡെഫിനിഷൻ, according to section 2G of Indian Contract Act, a void agreement is an agreement which is not enforceable by law. The agreement which are not enforceable by law right from the time when they are made is void ab initio. ഓക്കെ, എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളെ നമുക്ക് വോയിഡ് അബ് ഇനീഷ്യോ ആണെന്ന് പറയാം. അത്തരം എഗ്രിമെൻറ്റുകളെ നമുക്ക് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി legal definition of void agreement. Then the following agreements have been expressly declared as void by the Indian Contract Act. Okay, ചില എഗ്രിമെൻറ്റുകൾ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആണ്, വോയിഡ് ആണെന്ന് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആണ്. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റുകൾ ഏതെല്ലാമാണ്? എഗ്രിമെൻറ്റ് ബൈ ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ. ഓക്കെ, ഒരു ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സണുമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം. ഒരു മൈനറുമായിട്ടോ അല്ലെങ്കിൽ ഒരു ലുണാറ്റിക്കുമായിട്ടോ ഇഡിയറ്റായിട്ടോ ഒക്കെ നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്? വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ദെൻ എഗ്രിമെൻറ്റ് മെയ്ഡ് അണ്ടർ എ മ്യൂച്വൽ മിസ്റ്റേക്ക്. ഓക്കെ, മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ രണ്ട് പാർട്ടീസും കൂടി മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബൈലാറ്ററൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്? വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ദെൻ എഗ്രിമെൻറ്റ് ദി ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് വിച്ച് ഈസ് അൺലോഫുൾ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഗ്രിമെൻറ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഷുഡ് ബി ലീഗൽ. ഓക്കെ, അൺലോഫുൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് എഗ്രിമെൻറ്റുകളായിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, കൺസിഡറേഷൻ ഇല്ലാതെയാണ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്? വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. നമുക്കറിയാം നോ കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നാണ് ലീഗൽ റൂള്. ഓക്കെ, കൺസിഡറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഉണ്ടാവുന്നില്ല. ഓക്കെ, ദെൻ എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഒരാളുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്? അൺലോഫുള്ളാണ്. കാരണം വിവാഹിതനാവാനുള്ള റൈറ്റ് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഓക്കെ, ദെൻ എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്.
ഓക്കെ, വ്യാപാരം മുടക്കുന്നതിന് വേണ്ടി, ട്രേഡ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കിയാൽ അത്തരം എഗ്രിമെൻറ്റുകളും അൺലോഫുൾ ആണെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ദെൻ എഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്. ഓക്കെ, എന്തെങ്കിലും ലീഗൽ പ്രൊസീഡിങ് തടയുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ കൈക്കൂലി കൊടുക്കുകയോ അല്ലെങ്കിൽ അധികാരികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകളൊക്കെ എന്താണ്, ഇല്ലീഗലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് എഗ്രിമെൻറ്റ് ദി മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസേർട്ടൺ. ഓക്കെ, എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അൺസേർട്ടൺ ആണെന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വയേഗാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളും വോയിഡ് എഗ്രിമെൻറ്റുകളായിരിക്കും. ദെൻ എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേജർ. ഓക്കെ, എന്താണ് വേജർ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വേജർ എഗ്രിമെൻറ്റുകൾ അൺസേർട്ടൺ അല്ലെങ്കിൽ ഇല്ലീഗൽ എഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ദെൻ എഗ്രിമെൻറ്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. ഓക്കെ, എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങൾ മായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്, വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, കാരണം പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്, വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വരുന്ന ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആണ് അൺസേർട്ടൺ എഗ്രിമെൻറ്റ്. ഓക്കെ, അൺസേർട്ടൺ എഗ്രിമെൻറ്റുകൾ വോയിഡ് എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് അൺസേർട്ടൺ എഗ്രിമെൻറ്റ്? ആൻ എഗ്രിമെൻറ്റ് ദി മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സെർട്ടൺ ഓർ ക്യാപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സെർട്ടൺ ആർ വോയിഡ്. ഓക്കെ, ഒരു എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സെർട്ടൺ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അക്യുറേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നോട്ട് ക്യാപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സെർട്ടൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് എഗ്രിമെൻറ്റുകളായിരിക്കും. ഓക്കെ, ദി അൺസേർട്ടനിറ്റി മേ ബി ഇൻ റെസ്പെക്ട് ഓഫ് ക്വാണ്ടിറ്റി, ദി ക്വാളിറ്റി, ദി പ്രൈസ് ആൻഡ് ദി ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി എഗ്രിമെൻറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആ പ്രോഡക്റ്റിൻ്റെ സൈസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ പ്രൈസ് ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും അൺസേർട്ടനിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ എന്താണ്, വോയിഡ് എഗ്രിമെൻറ്റുകളാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്ര രൂപയ്ക്ക് ഇത്ര ക്വാണ്ടിറ്റി സ്ഥാനം ഇത്ര ഇന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം, അങ്ങനെ എല്ലാതും സെർട്ടൺ ആയിരിക്കണം. ഇത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെർട്ടൺ ആയിരിക്കണം. ഓക്കെ, അവിടെ എന്തെങ്കിലും അൺസേർട്ടനിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ വോയിഡ് എഗ്രിമെൻറ്റുകളായിരിക്കും. ഓക്കെ, when the term in an agreement is vague or may be interpreted in many ways, then the agreement is void because of uncertainty. Uncertainty is mainly occurred in the subject matter of the agreement. ഓക്കെ, സബ്ജക്റ്റ് മാറ്ററുമായിട്ടാണ് ബന്ധപ്പെട്ടുകൊണ്ടാണ് അൺസർട്ടനിറ്റി സാധനം ഉണ്ടാവാറ്. അതായത് അതിലെ ടേംസ് വയേഗാണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ മെനി വേസ്. ഓക്കെ, പല ആളുകൾക്ക് പല രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും അൺസർട്ടനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഗ്രിമെൻറ്റ് വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ മറ്റൊന്നാണ് വേജറിങ് എഗ്രിമെൻറ്റ്. ഓക്കെ, ഓർ വേജർ. വേജർ ഈസ് ആൻ എഗ്രിമെൻറ്റ് in which one person agrees to pay a certain sum of money to another on happening or non-happening of a future uncertain event. A wagering contract is one in which reciprocal promises are made to give money or something of value upon the result of a future uncertain event with regard to which the parties have opposite views. In simple words, wager means a bet in which each party holds opposite view. ഓക്കെ, വേജറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബെറ്റൊക്കെ വെക്കാറുണ്ട്. ഓക്കെ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് രണ്ടാളുകൾ തമ്മിലൊരു ബെറ്റ് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഭാവിയിൽ ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബെറ്റ് വെക്കുകയാണ്. ഓക്കെ, ഇന്ത്യ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് 500 രൂപ തരാം, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ നീ എനിക്ക് 500 രൂപ തരണം. അത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രഡിക്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അത്തരം സംഭവത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒരു റെസിപ്രോക്കൽ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒന്നെങ്കിൽ ഒരാൾ മറ്റേയാൾക്ക് അല്ലെങ്കിൽ മറ്റേയാൾ ഇന്നയാൾക്ക്, ഓക്കെ, ആ രീതിയിൽ നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബെറ്റ് വയ്ക്കുക. ഓക്കെ, ബെറ്റ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ് അല്ലെങ്കിൽ അൺലോഫുള്ളാണ്. ഓക്കെ, അപ്പോൾ വേജറിങ് എഗ്രിമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അവിടെ റെസിപ്രോക്കൽ പേയ്മെൻറ്റ് ഓഫ് മണി ഓർ സംതിങ് ആയിരിക്കും. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഒരാൾ മറ്റേയാൾക്ക് അല്ലെങ്കിൽ മറ്റേയാൾ ഇയാൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ക്യാഷ് ആയിരിക്കും അല്ലെങ്കിൽ ക്യാഷിൻ്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും സാധനങ്ങളായിരിക്കും. ഓക്കെ, ദെൻ
ഈ പേയ്മെൻറ്റ് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻറ്റ്. ഓക്കെ, ഒരു ഫ്യൂച്ചർ ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനെയോ അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്ങിനെയോ ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഈ പേയ്മെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എഗ്രിമെൻറ്റുകളെ നമുക്ക് വേജർ എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. വേജർ എഗ്രിമെൻറ്റുകൾ വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വേജർ എഗ്രിമെൻറ്റ്. ഫസ്റ്റ് വൺ അൺസർട്ടൺ ഇവൻറ്റ്. In a wagering agreement, there must be two persons holding opposite views about uncertain events. An event may be uncertain because it is a future event or it is not yet ascertained in any way to any of the parties concerned, though it was already happened. Okay, so first one പറയുന്നത് അൺസേർട്ടൺ ഇവൻ്റ് ഉണ്ടായിരിക്കണം അവിടെ. ഓക്കെ, അതായത് ഒരു അൺസേർട്ടൺ ഇവൻറ്റിനെ കുറിച്ചിട്ട് ഓപ്പോസിറ്റ് വ്യൂസ് ഉണ്ടായിരിക്കണം പാർട്ടീസിന്. ഓക്കെ, രണ്ടുപേർക്കും വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എബൌട്ട് എ അൺസർട്ടൺ ഇവൻറ്റ്. ഓക്കെ, അൺസർട്ടൺ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇവൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഭാവിയിൽ മഴ പെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം, നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 500 രൂപ തരാം, മഴ പെയ്തില്ലെങ്കിൽ നീ എനിക്ക് 500 രൂപ തരണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഫ്യൂച്ചർ ഇവൻ്റാണ്. അപ്പോൾ അൺസർട്ടൺ ആണ്, അത് എന്താവുമെന്ന് രണ്ടാൾക്കും അറിയില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ചിലപ്പം ഓൾറെഡി നടന്നിട്ടുള്ള കാര്യമായിരിക്കും, എന്നാൽ അതിൻ്റെ റിസൾട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരിക്കില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ഷൻ നടന്നു. ഓക്കെ, അതിൻ്റെ കൗണ്ടിങ് നടന്നു, പക്ഷേ റിസൾട്ട് പുറത്ത് വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ബെറ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, രണ്ട് പേർക്കും അതിൻ്റെ റിസൾട്ട് അറിയില്ല, അതുകൊണ്ടാണ് അത് അൺസേർട്ടൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു അൺസേർട്ടൺ ഇവൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ്. ഓക്കെ, മറ്റൊന്ന് മ്യൂച്വൽ ചാൻസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. ഇൻ എ വേജറിംഗ് എഗ്രിമെൻറ്റ് ഈച്ച് പാർട്ടീസ് ഹാഡ് ഓപ്പോസിറ്റ് വ്യൂസ്. ദി ഗെയിൻ ഓഫ് വൺ പാർട്ടി വുഡ് ബി ലോസ് ഓഫ് അതർ പാർട്ടി ഓൺ ഹാപ്പനിങ് ഓഫ് അൺസേർട്ടൺ ഇവൻറ്റ് വിച്ച് ഈസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് വേജർ. ഓക്കെ, രണ്ട് പേർക്കും ഒരേ ചാൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ബെറ്റിൽ വിജയിക്കാനും ബെറ്റിൽ പരാജയപ്പെടാനും ഒരേ ചാൻസ് ആയിരിക്കണം രണ്ട് പേർക്കും ഉണ്ടായിരിക്കണത്. ഓക്കെ, എങ്കിലേ അതൊരു വേജർ എഗ്രിമെൻ്റ് ആണെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുള്ളൂ. ദെൻ നോ കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. ഇൻ വേജറിംഗ് എഗ്രിമെൻറ്റ് നോ പാർട്ടി ഹാസ് കൺട്രോൾ ഓവർ ദി ഇവൻറ്റ്. ഓക്കെ, സോ നമ്മൾ ഒരു അൺസർട്ടൺ ഇവൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബെറ്റിൽ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേജറിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ പുറത്ത് രണ്ട് പാർട്ടീസിനും യാതൊരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ മറ്റൊരു എസെൻഷ്യൽ എന്ന് പറയുന്നത് നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദി ഇവൻറ്റ്. ഈച്ച് പാർട്ടി ഇൻ വേജറിംഗ് എഗ്രിമെൻറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനി ഇവൻറ്റ് എക്സെപ്റ്റ് ദി സം ഓഫ് മണി വിച്ച് എയ്തർ ഓഫ് ദം വിൽ വിൻ ഓർ ലോസ് ആഫ്റ്റർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി അൺസർട്ടൺ ഇവൻറ്റ്. ഓക്കെ, നടക്കാൻ പോകുന്ന സംഭവമായിട്ട് ഇവൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള മറ്റ് ഇൻട്രസ്റ്റുകളും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആ ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ഇവൻറ്റ് നടന്നില്ലെങ്കിൽ ക്യാഷ് പോകും എന്നുള്ള ആ ഒരു കൺസേൺ മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, മറ്റൊന്ന് പ്രോമിസ് ടു പേ മണി ഓർ മണി വർത്ത്. എ വേജർ എഗ്രിമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത് ഓൺലി. ഓക്കെ, ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് പകരമായിട്ടുള്ള എന്തോ കൊടുക്കാനുള്ള എഗ്രിമെൻറ്റ് മാത്രമായിരിക്കണം. ഓക്കെ, വേറൊരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ വേറൊരു ഇൻറ്റൻഷനോടെ ഉണ്ടാവാൻ പാടില്ല. ദെൻ ദി ബെറ്റ് മണി ഷുഡ് കം ഔട്ട് ഓഫ് ദി പോക്കറ്റ് ഓഫ് ദി പാർട്ടീസ് ദംസെൽഫ്. ഇൻ എ വേജറിംഗ് എഗ്രിമെൻറ്റ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദി ബെറ്റ് മണി ഷുഡ് കം ഔട്ട് ഓഫ് ദി പോക്കറ്റ് ഓഫ് ദി പാർട്ടീസ് ഓഫ് ദി എഗ്രിമെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് subscribed by any outsider, then the agreement between the parties is not wager. Okay, so ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിൽ തന്നെ ആയിരിക്കണം ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കേണ്ടത്. ഓക്കെ, അതായത് പരാജയപ്പെടുന്ന ആളുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കണം ക്യാഷ് പോകേണ്ടത്, മറ്റൊരു ഔട്ട്സൈഡർ അവിടെ വരാൻ പാടില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഔട്ട്സൈഡർ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ പിന്നീട് വേജർ എഗ്രിമെൻ്റ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ ദീസ് ആർ ദി എസെൻഷ്യൽസ് ഓഫ് എ വേജർ എഗ്രിമെൻറ്റ്. ദെൻ എഫക്റ്റ് ഓഫ് വേജർ എഗ്രിമെൻറ്റ്. ഓക്കെ, വേജർ എഗ്രിമെൻറ്റിൻ്റെ നിയമസാധുത എന്താണെന്നുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 30 ഓഫ് ദി കോൺട്രാക്ട് ആക്ട്, ആൻ എഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേജർ ആർ വോയിഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ വേജർ എഗ്രിമെൻ്റ് ഒക്കെ വോയിഡ് ആണ്. ഓക്കെ, ദീസ് ആർ നോട്ട് വാലിഡ്. ദെൻ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്, വേജർ എഗ്രിമെൻറ്റ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ടു ബി ഇല്ലീഗൽ അണ്ടർ ദി പ്രൊവിഷൻ ഓഫ് ബോംബെ ആക്ട് 1865. ഓക്കെ, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും അത് ഇല്ലീഗലായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള വേജർ എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലീഗൽ പ്രൊസീഡ്സുകൾ നേരിടേണ്ടി വരും. ഓക്കെ, നിയമ നടപടികൾ കൂടി നേരിടേണ്ടി വരും. ദെൻ നോ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട് ഫോർ റിക്കവറിങ് എനിത്തിങ് വിച്ച് ഈസ് വൺ ത്രൂ എ വേജർ. ഓക്കെ, നമ്മളൊരു വേജർ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു ബെറ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ അതിൽ മറ്റേ പാർട്ടി പരാജയപ്പെട്ടു, നമ്മൾ വിജയിച്ചു. മറ്റേ പാർട്ടി നമുക്ക് ആ ക്യാഷ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കാനൊന്നും യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല. ഓക്കെ, then transaction which are collateral to wagering agreement are not void in India except in the state of Maharashtra and Gujarat.
ഓക്കെ, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വേജറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൊളാറ്ററൽ ട്രാൻസാക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ ട്രാൻസാക്ഷൻസൊക്കെ വാലിഡ് തന്നെയാണ്. ഓക്കെ, അത്തരം ട്രാൻസാക്ഷൻസ് വോയിഡായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, എന്നാൽ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കൊളാറ്ററൽ ട്രാൻസാക്ഷൻസും വോയിഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ലീഗൽ എഫക്റ്റ് ഓഫ് വേജറിങ് എഗ്രിമെൻറ്റ്. ദെൻ എക്സെപ്ഷൻസ് ടു വേജർ. ഓക്കെ, ചില ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ചില എഗ്രിമെൻറ്റുകൾ വേജറിൻ്റെ പോലെ ആണെങ്കിൽ കൂടി അത് നമ്മൾ വേജർ എഗ്രിമെൻറ്റുകളായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ നമ്മൾ ലീഗൽ എഗ്രിമെൻറ്റ് തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത് ഏതെല്ലാം എഗ്രിമെൻ്റ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹോഴ്സ് റേസ്. ഓക്കെ, കുതിരപ്പന്തയം. An agreement to contribute or subscribe towards any plight, prize or sum of money, the amount of rupees 500 or more to be awarded to the winners of any horse race is valid agreement and not a wager. In 1996, the Supreme Court has held horse race to be game of skill and not gambling. Okay, സോ ഹോഴ്സ് റേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുതിരപ്പന്തയം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത്തരം പന്തയങ്ങൾ വാലിഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, കാരണം സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതായത് ഹോഴ്സ് റേസ് എന്ന് പറയുന്നത് ഗെയിം ഓഫ് സ്കില്ലാണ്. ഓക്കെ, ആളുകളുടെ അല്ലെങ്കിൽ ഹോഴ്സിൻ്റെ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നൊരു ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഗാംബ്ലിംഗ് അല്ല, ചൂതാട്ടം മാത്രമല്ല ഹോഴ്സ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടത് അത്തരം കുതിരപ്പന്തയങ്ങൾ നമ്മൾ ഇല്ലീഗൽ അല്ല. അത്തരം കുതിരപ്പന്തയങ്ങൾ വാലിഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് ക്രോസ് വേർഡ് കോമ്പറ്റീഷനാണ്. ക്രോസ് വേർഡ് പസിൽസ് ആർ ഗെയിംസ് ഓഫ് സ്കിൽ. According to the Prize Competition Act 1955, prize competition games of skill are not wager provided the amount of prize does not exceed ₹1000. ഓക്കെ, സോ 1000 രൂപയ്ക്ക് താഴെ ഉള്ള എല്ലാ ക്രോസ് വേർഡ് കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ ഗെയിം ഓഫ് സ്കില്ലുകളും വാലിഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, അത്തരം എഗ്രിമെൻറ്റുകൾ നമ്മൾ വേജർ എഗ്രിമെൻറ്റ് കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നില്ല. മറ്റൊന്ന് ഗെയിം ഓഫ് സ്കില്ല് തന്നെയാണ്. പിക്ചർ പസിൽ, ലിറ്ററലി ആൻഡ് athletic competition being based on skill and intelligence are game of skill. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു റേസ് നടക്കുകയാണ്. ഓക്കെ, ഒരു 100 മീറ്റർ റേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആർക്കും പ്രഡിക്റ്റബിൾ അല്ല. പക്ഷേ എന്നിരുന്നാലും അത് നമ്മൾ വേജറായിട്ട് കണക്കാക്കുന്നില്ല. കാരണം ഇത് ആളുകളുടെ സ്കില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഗെയിമാണ്. ഓക്കെ, ജസ്റ്റ് ചൂതാട്ടമല്ല, മറിച്ച് അവരുടെ സ്കില്ലിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഗെയിം ആയതുകൊണ്ട് തന്നെ അത്തരം കോമ്പറ്റീഷൻസൊക്കെ, അത്ലറ്റിക് കോമ്പറ്റീഷൻസൊക്കെ നമുക്ക് വേജർ എഗ്രിമെൻ്റായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ഓക്കെ, മറ്റൊന്ന് ലോട്ടറീസ് ആണ്. ഓക്കെ, ലോട്ടറീസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ലോട്ടറീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കണം. ഓക്കെ, അല്ലാത്ത ലോട്ടറീസൊക്കെ എന്താണ്, വോയിഡ് തന്നെയാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 294A ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്, any person who keeps any office or place for the purpose of drawing any lottery not being a state lottery authorized by the state government shall be punished with imprisonment for a term extending up to 6 months or with fine or both. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലാത്ത അല്ലെങ്കിൽ ഗവൺമെൻറ് ഓതറൈസ് ചെയ്യാത്ത ഏതെങ്കിലും ലോട്ടറി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫീസോ അല്ലെങ്കിൽ സെറ്റപ്പ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, കുറ്റകരമാണ്. ഓക്കെ, സോ ലോട്ടറി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലോട്ടറീസ് മാത്രമാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷനാണ്. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ്, അതൊന്നും നമ്മൾ വേജറായിട്ട് കണക്കാക്കുന്നില്ല. ഓക്കെ, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആർ ജനറലി വാലിഡ് unless it is proved that there is no intention of parties to call for delivery of shares or goods. ഓക്കെ, സോ ഷെയർ വാങ്ങണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ലാതെ ജസ്റ്റ് നമ്മൾ വെറുതെ ഒരു ഗാംബ്ലിംഗ് പോലെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വേജർ എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, മറിച്ച് ട്രാൻസാക്ഷൻ നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ സ്പെക്കുലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് വാലിഡ് തന്നെയാണ്. ഓക്കെ, വരുന്ന കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് കോൺട്രാക്റ്റ് നമുക്കറിയാം, അവിടെയും ഇവൻ്റ് എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. ഓക്കെ, എന്നാൽ അത് വേജർ എഗ്രിമെൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല, കാരണം ഇത് വാലിഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ആൻ ഇൻഷുറർ in consideration of a certain sum of money undertakes to make good the loss of the insured arising on the happening of an uncertain specified event. ഓക്കെ, ഇൻഷുറൻസ് കോൺട്രാക്ട് എന്താണ്, വാലിഡ് തന്നെയാണ്. മറ്റൊന്ന് ചിറ്റ് ഫണ്ട്. ഓക്കെ, നമ്മൾ ചിറ്റുകളിലും കുറികളിലൊക്കെ ചേരാറുണ്ട്, ഇതൊക്കെ എന്താണ്, വാലിഡ് തന്നെയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് വോയിഡ് എഗ്രിമെൻറ്റുകളെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട 2 എഗ്രിമെൻറ്റുകളായിട്ടുള്ള അൺസർട്ടൺ എഗ്രിമെൻറ്റുകളെ കുറിച്ചിട്ടും വേജറിങ് എഗ്രിമെൻറ്റുകളെ കുറിച്ചിട്ടും. ഓക്കെ, താങ്ക് യു.